മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മുഖം മൂടി വന്ന ആൾ പ്രതാപനെ കണക്കിന് തല്ലി ശരിയാക്കി ഏറ്റവും അവസാനം കരുണാലയത്തിലേക്ക് വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. അപ്പം മുത്തശ്ശിയും അതുപോലെ മോഹിനിയമ്മയും കരുണയും കൂടി ചെന്ന് പ്രതാപനെ താങ്ങി എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്കും ആരാ തല്ലിയെന്ന് ചോദിക്കുമ്പോൾ മുഖം മൂടി ഇട്ട് വന്ന ആരോ തല്ലിയതാണ്, ആളാരാണെന്ന് മനസ്സിലായില്ല. എന്തായാലും മഹാലക്ഷ്മിയുടെ മോഹിനിയമ്മയുടെ വല്ല കൊട്ടേഷനോ മാർക്കോയിങ്ങാണോ ആണോ എന്നുള്ള സംശയമുണ്ട്. അങ്ങനെ റൂമിൽ കൊണ്ടുവന്ന് കടത്തുന്ന സമയത്ത് മുത്തശ്ശിയാണെങ്കിൽ ക്യാഷ്വലായിട്ട് നമ്മുടെ മോഹിനിയമ്മയോട് ചോദിക്കുന്നു, ഒരു ദിവസം 3-4 തവണ വിളിക്കുന്ന നിൻ്റെ മോള് ഇന്ന് ഇതുവരെ വിളിച്ചില്ലേ, ഇന്ന് വിളിച്ചില്ല, എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ എനിക്കതിനെപ്പറ്റി അറിയില്ല, ഇന്ന് എന്നെ മോള് വിളിച്ചില്ല എന്ന് പറയുമ്പോൾ, അല്ലേലും നീ ഞങ്ങളെ വിശ്വാസമില്ലാത്തതിൻ്റെ പേര് അവിടെ ചെന്ന് കുറേ പലഹാരമൊക്കെ ഉണ്ടാക്കി കൊടുത്തില്ലേ, അതെല്ലാം തിന്ന് വയറനങ്ങാൻ വയ്യാതെ കിടക്കുമായിരിക്കും എന്ന് കളിയാക്കി പറയുന്ന സമയത്ത് കരുണമോളെ പോലെ എൻ്റെ മോൾ അങ്ങനെ അമിതമായിട്ട് ആഹാരമൊന്നും കഴിക്കില്ല എന്ന് കുത്തി പറയുന്നു. ഞാനെന്താ അമിതമായിട്ട് കഴിക്കുന്നു എന്ന് ചോദിച്ചിട്ട് കരുണയാണെങ്കിൽ അമ്മയായിട്ടൊന്ന് ഉടക്കുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും സംസാരത്തിനൊടുവിൽ മോഹിനിയമ്മ അവിടുന്ന് പോകുന്ന സമയത്ത് മുത്തശ്ശിയാണെങ്കിൽ പറയുന്നുണ്ട്, മോള് വിഷമിക്കണ്ട, ഇവളുണ്ടാക്കി കൊടുത്ത ആഹാരം അവൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതോടെ അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് സ്വാഹ. ഇന്ന് അവൾ സന്തോഷത്തോടെ കിടന്നുറങ്ങുമായിരിക്കും, നാളെ മുതൽ അവളുടെ സമാധാനം നഷ്ടപ്പെടും മോളെ, അത് കണ്ട് നമുക്ക് സന്തോഷിച്ചൂടെ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിച്ചിരിക്കുന്നുണ്ട്. കരുണയാണെങ്കിൽ ഒരുപാട് പ്രതീക്ഷയോടെയാണ് നിൽക്കുന്നത്. മഹിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് ഇല്ലാണ്ടായിപ്പോയി, കുഞ്ഞ് നഷ്ടമായി കരയുന്ന മഹാലക്ഷ്മിയെ കാണാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ കാത്തിരിക്കുകയാണ് കരുണ. എന്നാൽ മഹാലക്ഷ്മിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ നശിപ്പിക്കാൻ തനിക്കായല്ലോ, 2 തല്ല് കിട്ടിയാലും വേണ്ടിയില്ല എന്നുള്ളൊരു ആശ്വാസത്തിൻ്റെ പുറത്ത് പ്രതാപനും കൂളായിട്ട് കിടക്കുന്നുണ്ട്. അതേസമയം കണ്ണന് ആലോചിച്ചിട്ടാണെങ്കിൽ ഒരു എത്തും പിടിയില്ല. തൻ്റെ കുഞ്ഞാണെന്ന് അറിയാതെ തന്നെ മഹിയോട് ഇത്രയും ക്രൂരത ചെയ്യുന്ന ശത്രുക്കൾ, മഹിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനാണെന്നും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അവളോട് പ്രതികാരം ചെയ്യുക എന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നു. എന്തായാലും കണ്ണനാണെങ്കിൽ അനന്തുവിനോട് പറയുന്നുണ്ട്, ഇനിയും ഈ കാര്യങ്ങൾ ഇങ്ങനെ വിട്ടിട്ടൊരു കാര്യവുമില്ല. ഇനി ശത്രുക്കൾ മഹിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനാണെന്ന് തിരിച്ചറിഞ്ഞാൽ പോലും ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ചെയ്തേ പറ്റുള്ളൂ പറയുമ്പം അനന്തു അതിന് സപ്പോർട്ട് പറയുന്നുണ്ട്. വീട്ടിൽ നിന്ന് ദുർഗയെയും അതുപോലെ ഉണ്ണിയെയും കരുണയൊക്കെ ഇറക്കി വിടുന്നതിനെക്കുറിച്ച് കണ്ണൻ ഗൗരവമായിട്ട് ആലോചിക്കുന്നു. ഇനിയും ശത്രുക്കൾ താമസിക്കുന്ന വീട്ടിൽ താമസിക്കുന്നത് തന്നെ ആരോഗ്യത്തിനും സമാധാനത്തിനുമൊക്കെ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് തിരിച്ചറിഞ്ഞ കണ്ണനാണെങ്കിൽ ഇപ്പം സ്വാതി വീട്ടിൽ ഇടവും വലവും തിരിയാതെ ഭാര്യയുടെ കടമകൾ ചെയ്യാനായിട്ട് മത്സരിച്ച് നടക്കുന്ന ആ ഒരു സാഹചര്യം കൂടി കണക്കിലാക്കി അനന്തുവിനോട് പറയുന്നുണ്ട്. ശത്രുക്കൾ കാര്യങ്ങൾ തിരിച്ചറിയേണ്ട സമയമായിരിക്കുന്നു. മാത്രമല്ല മഹിയുടെ സ്ഥാനം പിടിച്ചെടുക്കാൻ വന്ന സ്വാതിയുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. മഹാലക്ഷ്മി കുറേ സ്വത്തുക്കൾ സ്വന്തമാക്കി, അതുപോലെ എന്നോട് സ്നേഹം നടിച്ചു നിന്ന് എൻ്റെ സ്വത്തുക്കൾ മാത്രം മോഹിച്ചാണ് അവൾ എൻ്റെ പിന്നാലെ നടക്കുന്നത്. അല്ലാതെ മഹിയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പിട്ട് നേരെ ചൊവ്വിന് വന്ന ആലോചനയായിരുന്നു സ്വാതിയുടെ. അന്ന് അവൾ പറഞ്ഞത് വീൽചെയറിലിരിക്കുന്ന ഒരാണിനെ കല്യാണം കഴിക്കാൻ അവൾക്ക് താല്പര്യമില്ലെന്നാ. ഇപ്പോൾ അവൾ എന്നെ വിവാഹം കഴിക്കാൻ തയ്യാറായി കൂടെ കൂടിയിരിക്കുന്നത് സ്വത്ത് മോഹിച്ചിട്ട് മാത്രമാണ്. അത് മനസ്സിലാക്കാൻ സാധിക്കാത്ത പൊട്ടനൊന്നുമല്ല ഞാൻ. എന്നാലും അവരേതറ്റം വരെ പോകുമെന്ന് ഞാൻ നോക്കിയതാ. ഇനി ഒരു കാര്യങ്ങളും വെച്ച് താമസിപ്പിച്ചിട്ട് കാര്യമില്ല. അധികം താമസിക്കുന്നതിന് മുമ്പിട്ട് അവരെ എല്ലാവരെയും ആ വീട്ടിൽ നിന്ന് പുറത്താക്കണമെന്ന് തീരുമാനിക്കുന്നുണ്ട്. അതേസമയം തക്ക സമയത്ത് മഹിയെ തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നതുകൊണ്ട് തന്നെ കുഞ്ഞ് നഷ്ടമാകാതിരിക്കാനുള്ള മറുമരുന്നൊക്കെ കൊടുത്തിരുന്നു. എങ്കിലും അവിടെ ചികിത്സ കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്തത് കൊണ്ട് സ്ഥിരം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാനായിട്ട് കൊണ്ടുപോകുന്നു. മഹാലക്ഷ്മിയോട് ഈ ക്രൂരത കാണിച്ചത് പ്രതാപനും അതുപോലെ ഉണ്ണിയായിരിക്കുമെന്ന് മനസ്സിലാക്കിയ മാർക്കോയാണെങ്കിൽ പ്രതാപിനെ പഞ്ഞിക്കിടുകയും ചെയ്യുന്നു. എന്നാൽ ആരാണ് തല്ലിയെന്നുള്ള കാര്യം തൽക്കാലം ആരുടെയും അറിയിക്കുന്നില്ല മാർക്കോ. എങ്കിലും അവർ കാണിച്ച ഈ ദുഷ്ടതരത്തിനുള്ള കൂലി അധികം താമസിക്കാതെ മുത്തശ്ശിയും അതുപോലെ മാർക്കോയും ഒത്തുചേർന്നുകൊണ്ട് പ്രതാപന് കൊടുക്കുകയും ചെയ്യുന്നു. പ്രതാപൻ കാരണം മഹിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനും അതുപോലെ മഹിക്കും ദോഷമുണ്ടാക്കാൻ കാണിച്ച ഈ പ്രവൃത്തിക്ക് തല്ലി ശരിയാക്കി എണീറ്റ് നടക്കാൻ പോലും പറ്റാത്ത രൂപത്തിൽ അവശനാക്കുന്നു. അങ്ങനെ വേദന കൊണ്ട് പുളയുന്ന പ്രതാപന് താൻ ചെയ്ത തെറ്റിൻ്റെ ഭവിഷ്യത്താണ് ഇപ്പോൾ അനുഭവിക്കുന്നതെന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാകുന്നില്ല. എന്തായാലും മോഹിനിയമ്മ സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. തൻ്റെ മകൾ വയ്യാതെ ഹോസ്പിറ്റലിൽ കിടക്കുകയാണെന്നും അവളുടെ വയറ്റിൽ താൻ ഉണ്ടാക്കിയ പലഹാരത്തിൽ നിന്ന് തന്നെ വിഷമരുന്ന് ഉള്ളിലേക്ക് പോയി എന്നുള്ള സത്യങ്ങൾ അറിയാതെ മോഹിനിയാണെങ്കിൽ മകൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥനയും നേർച്ചയായിട്ട് നടക്കുവാണ്. മകളുടെ കോള് വരാത്തതിൻ്റെ സങ്കടത്തിലാണ് മോഹിനിയമ്മ. അതേസമയം ലേഖയാണെങ്കിൽ മോഹിനിയമ്മയെ വിളിച്ച് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. അമ്മ എന്തായാലും പേടിക്കണ്ട, മഹിക്കാണെങ്കിൽ ഇപ്പം വലിയ കുഴപ്പങ്ങളൊന്നുമില്ല,
പിന്നെ മഹി പറഞ്ഞിട്ടാണ് അമ്മയെ വിളിച്ചൊന്നും പറയാഞ്ഞത്. കാരണം അമ്മ ആകെ സങ്കടപ്പെടുമെന്നുള്ള കാര്യം അവൾ പറഞ്ഞിരുന്നു. ഇപ്പം അമ്മ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഹോസ്പിറ്റലിലാണെന്ന് പറയുമ്പോൾ മോഹിനിയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് മഹിയെ കാണാനായിട്ട് പോകുന്ന സമയത്ത് മുത്തശ്ശിയും അതുപോലെ പ്രതാപനും മനസ്സിലാകുന്നുണ്ട് മഹി വയ്യാണ്ടായ കാര്യം മോഹിനി അറിഞ്ഞിരിക്കുന്നു, അവളെ കാണാനായിരിക്കും പോകുന്നതെന്ന്. അപ്പോൾ കുഞ്ഞ് നഷ്ടമായോ ഇല്ലെന്നുള്ള കാര്യം മോഹിനിയോട് ചോദിച്ചറിയാൻ പോകുന്ന മുത്തശ്ശിക്കും പ്രതാപനും കരുണയ്ക്കും കണക്കിന് കൊടുക്കുന്നുണ്ട് മോഹിനി.